എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ബയോകെമിസ്ട്രി എന്നുള്ള സബ്ജക്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് HMP പാത്വേ. ഈ ഒരു HMP പാത്വേ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ന്യൂട്രീഷനിൽ പല ന്യൂട്രിയൻസിനെ കുറിച്ച് പഠിക്കുന്നു. അവിടെ ആ ന്യൂട്രിയൻസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അത് ഏതൊക്കെ ഫുഡുകളിൽ കാണപ്പെടുന്നു, അതിൻ്റെ ആവശ്യകതകൾ, എത്ര എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത്, ഇവയാണ് നമ്മളിവിടെ പഠിച്ചത്. എന്നാൽ ആ ന്യൂട്രിയൻസ് അടങ്ങിയ ആഹാരങ്ങൾ, എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് അബ്സോർപ്ഷൻ സംഭവിക്കുന്നത്, അബ്സോർബ് ചെയ്ത കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് മെറ്റബോളിസം സംഭവിക്കുന്നത്, മെറ്റബോളിസം സംഭവിച്ച് കഴിയുമ്പോഴാണ് നമുക്കതിൽ നിന്ന് എനർജി മോളിക്യൂൾസ് കിട്ടുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ചലനങ്ങൾക്കും ഓരോ പ്രവൃത്തിക്കും നമുക്ക് എന്ത് വേണം? ATP എന്ന എനർജി കറൻസിയിൽ എന്ന ഫോമിൽ നമുക്ക് എനർജി വേണം. അപ്പോൾ അതിൽ ഈ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഈ ഒരു ന്യൂട്രിയന്റിൽ നിന്നും ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മെറ്റബോളിസം പ്രോസസ്സാണ് നമ്മുടെ ഗ്ലൈക്കോലൈസിസും ക്രബ്സ് സൈക്കിളും എന്നുള്ളത്. അപ്പോൾ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളും ഗ്ലൈക്കോലൈസിസും ക്രബ്സ് സൈക്കിളും സംഭവിച്ചു കഴിയുമ്പോഴാണ്, ഈ രണ്ട് പ്രോസസ്സുകൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ നമ്മുടെ ഗ്ലൈക്കോലിസിസ് പ്ലസ് ക്രബ്സ് സൈക്കിളിൻ്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് സൈക്കിൾ, ദറ്റ് ഈസ് HMP പാത്വേ. ഇതും അപ്പം നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ തോന്നാം, ഗ്ലൈക്കോലിസിസും ക്രബ്സ് സൈക്കിളും നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് HMP പാത്വേ? ഇതും വേണം. ഗ്ലൈക്കോലിസിസും ക്രബ്സ് സൈക്കിളും ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസമാണ് HMP പാത്വേ. ഇനി ഇവിടെ ഈ ഒരു HMP പാത്വേ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഒരുപാട് തവണ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 10 മാർക്കിനില്ല, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്, 2 മാർക്കിനോ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസോ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടും ഉണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങളൊരു നേഴ്സാണ്, കോമ്പറ്റിറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ബയോകെമിസ്ട്രിയിൽ നിന്നും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് വരാറുള്ളൂ. അതിൽ സെലക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സ് എന്ന് പറയുന്നതിൽ ഒന്നാണ് ഈ ഒരു HMP പാത്വേ. അപ്പോൾ എല്ലാവരും പറയുന്നത്, പൊതുവേ കുട്ടികൾ പറയുന്നത്, ഗ്ലൈക്കോലിസിസ് ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം, പക്ഷേ HMP പാത്വേ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, പഠിച്ചിട്ട് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാ കുട്ടികളും, ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 5 മാർക്ക് നഷ്ടപ്പെടാതെ തന്നെ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു തംബ്നെയിലിൽ കാണുന്ന ഇതേ സൈക്കിളാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കിള് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം സൈക്കിളാണ്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ തുടർച്ചയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. HMP പാത്വേ ഓർ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്. ഞാൻ ബയോകെമിസ്ട്രി എപ്പോഴും ക്ലാസ്സിന് എടുക്കുന്നത് സത്യനാരായണ സാറിൻ്റെ ബയോകെമിസ്ട്രി ഫോർ നഴ്സസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കാണിത്. ഇതിൽ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്നുള്ള പോർഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റു പേരുകൾ, എന്തൊക്കെ പേരുകളിലാണ് ഈ ഒരു പാത്വേ അറിയപ്പെടുന്നത്. ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ, ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്, HMP ഷണ്ട്, HMP പാത്വേ. ഒപ്പം ഇത് മറ്റൊരു ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ, ഫോസ്ഫോ ഗ്ലൂക്കണേറ്റ് പാത്വേ. മനസ്സിലായല്ലോ എന്തൊക്കെ പേര്? ഇതിൽ ഏത് പേരിൽ വെച്ച് ചോദിച്ചാലും പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയ്യോ അത് ടീച്ചർ പഠിപ്പിച്ചില്ലല്ലോ എന്ന് തോന്നരുത്.
പകരം ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് സെയിം HMB ഷണ്ട്, ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്, ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ, HMB ഷണ്ട്, HMB pathway, pentose phosphate pathway or phosphogluconate pathway. Everything are similar. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ ഉള്ളത്. ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് പാത്വേ ടു ഗ്ലൈക്കോളിസിസ് ആൻഡ് TCA സൈക്കിൾ. ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും അല്ലെങ്കിൽ TCA സൈക്കിളും എന്ന് പറഞ്ഞാൽ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂൾസും ഓക്സിഡൈസ് ചെയ്ത് കംപ്ലീറ്റ് മെറ്റബോളിസം സംഭവിക്കുന്നതിനാണ് ഈ രണ്ട് സൈക്കിൾ നമ്മളെ സഹായിക്കുന്നത്. അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഈ ഒരു ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇത് വളരെ സിമ്പിളാണ്, ഇറ്റ്സ് മോർ ആനബോളിക്, സിമ്പിളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, നമുക്കവിടെ ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളിലും ATP എന്നുള്ള അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നുള്ള ATP എന്ന എനർജി കറൻസിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അതല്ല പ്രൊഡ്യൂസ് ചെയ്തത്. പകരം എന്താണ്, ഇറ്റ് സിന്തസൈസ് NADPH. NADPHും അതും ഒരു എനർജി ഫോം തന്നെയാണ്. ഇത് കൂടാതെ പെൻഡോസസ് ആണ്, അതായത് 5 കാർബണുള്ള പെൻഡോസസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ടിന് പല പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. ഗ്ലൈക്കോലൈസിസിനും TCA സ്ക്രബ് സൈക്കിളിനും പകരമുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ് HMB പാത്വേ എന്ന് പറയുന്നത്. ഒപ്പം ഇതിൻ്റെ എൻഡ് പ്രോഡക്ട്സ്, ഈ ഒരു സൈക്കിളിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്, എന്തൊക്കെ കിട്ടുന്നുണ്ട്? NADPHും പെൻഡോസസും നമുക്ക് കിട്ടുന്നു. അതായത് സപ്പോസ് ആരുടെയെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേ സംഭവിക്കുന്നില്ല എങ്കിൽ അവിടെ എന്ത് പ്രോബ്ലം ഉണ്ടാകും? ദർ വിൽ ബി ഡെഫിഷ്യൻസി ഓഫ് NADPH ആൻഡ് പെൻഡോസസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ചില പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ ഈ സൈക്കിളിൻ്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ സൈക്കിളിൻ്റെ മറ്റു ഡീറ്റെയിൽസിലോട്ട് പോകാം. HMB ഷണ്ട് ഇറ്റ്സ് എ യുണീക്ക് മൾട്ടി ഫങ്ഷണൽ പാത്വേ. വളരെ പ്രത്യേകതകളുള്ള ഒരു പാത്വേ ആണത്. ദ പാത്വേ സ്റ്റാർട്ട്സ് വിത്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. നമ്മുടെ ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. അത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു. പിന്നെ അത് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു അല്ലേ? അപ്പം അതുപോലെ ഇവിടെ ഈ സൈക്കിള് HMB ഷണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഇവിടെ നിങ്ങൾ കാണാം, ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു കെമിക്കൽ സ്ട്രക്ചർ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് മാത്രം അവിടെ എഴുതിയാൽ മതി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആണ്. എന്നാൽ ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ATP ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ATP പ്രൊഡ്യൂസ് ചെയ്യുകയോ ATP യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അവർ എനർജി കറൻസി. നമ്മുടെ ശരീരത്തിൽ എനർജി അളക്കുന്നത് അല്ലെങ്കിൽ എനർജിയുടെ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ഈ ഒരു HMB പാത്വേയിൽ യാതൊരു വിധത്തിലും ഒരിടത്തും ATP യൂട്ടിലൈസ് ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. വളരെ പ്രത്യേകതകളുള്ള, അവിടെ ഇന്റർ കൺവേർട്ടിബിൾ സെവറൽ കോമ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റബോളിക് റിയാക്ഷനാണ് HMB ഷണ്ട് എന്ന് പറയുന്നത്. ഈ HMB ഷണ്ട് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ടോ? എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നില്ല. എക്സ്പെഷ്യലി ചില ടിഷ്യൂസിൽ ഈ ഒരു HMB ഷണ്ട് നടക്കുന്നത്. ദ എൻസൈംസ് ഓഫ് HMB ഷണ്ട് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സൈറ്റോസോൾ. സെല്ലിൽ സൈറ്റോസോളിലാണ്, ഉള്ളിലുള്ള ആ ലിക്വിഡ് ഫോം സൈറ്റോസോളിലാണ് ഈ HMB ഷണ്ട് നടക്കുന്നത്. കാരണം HMB ഷണ്ട് നടക്കണമെങ്കിൽ കുറേ എൻസൈംസ് വേണം. ആ എൻസൈംസ് എവിടെയാണ് കാണപ്പെടുന്നത്? സെല്ലിനുള്ളിലുള്ള സൈറ്റോസോളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതെവിടെയായിരിക്കും നടക്കുന്നത്, സംഭവിക്കുന്നത്? ഈ HMB ഷണ്ട് നടക്കുന്ന സൈറ്റോസോളിനുള്ളിലാണ്. അതും എല്ലാ സെല്ലുകളിൽ നടക്കാറില്ല. ചില സ്പെഷ്യലൈസ്ഡ് സെല്ലുകളിൽ, മെയിൻലി ഹൈലി ആക്റ്റീവായിട്ട് HMB ഷണ്ട് നടക്കുന്നത് ഏതൊക്കെ ടിഷ്യൂസിലാണ്? ലിവർ, അഡിപ്പോസ് ടിഷ്യൂ, അഡ്രിനൽ ഗ്ലാൻഡ്, എറിത്രോസൈറ്റ്സ്, ടെസ്റ്റിസ്, ലാക്ടേറ്റിംഗ് മെമ്മറി ഗ്ലാൻഡ്.
ആർ ഹൈലി ആക്റ്റീവ് ഇൻ HMB ഷണ്ട്. ഏതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോളുക. ഇത് ചോദിക്കാം. HMB ഷണ്ടിന്റെ എൻസൈംസ് എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ സൈറ്റോസോളിലാണ്. അതും ഏതൊക്കെ സ്പെഷ്യൽ ടിഷ്യൂസ് ആണെന്ന് ചോദിച്ചാൽ ലിവർ, അഡിപ്പോസ് ടിഷ്യൂ, അഡ്രിനൽ ഗ്ലാൻഡ്, എറിത്രോസൈറ്റ്സ്, ടെസ്റ്റിസ്, ലാക്ടേറ്റിംഗ് മാമറി ഗ്ലാൻഡ്. മുലയൂട്ടുന്ന അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മാമറി ഗ്ലാൻഡിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇവയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദീസ് ടിഷ്യൂസ് ആർ ഇൻവോൾവ് ഇൻ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് സ്റ്റിറോയിഡ്സ്. നമ്മൾ ഈ പറഞ്ഞ ഈ ടിഷ്യൂസ് എല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, എന്ത് സിന്തസൈസ് ചെയ്യുന്നതാണ്? ഫാറ്റി ആസിഡ്സും സ്റ്റീറോയിഡ്സും സിന്തസൈസ് ചെയ്യുന്നതാണ്. അതും ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ദി സപ്ലൈ ഓഫ് NADPH. ഈ ഒരു പ്രോസസ്സ് HMB പാത്വേ നടക്കണമെങ്കിൽ NADP നമുക്ക് അവിടെ വേണം. അവിടെ NADPH പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡ്സും സ്റ്റീറോയിഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മേ ആസ്ക് ഫോർ 2 മാർക്ക് ഓർ 1 മാർക്ക്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് പാത്വേ. എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ അത് നോട്ട് ചെയ്തോളാം. നെക്സ്റ്റ് നമ്മൾ സൈക്കിളിലോട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. സൈക്കിളിൻ്റെ മറ്റു പേരുകൾ പറഞ്ഞു, സിമ്പിൾ ആണെന്ന് പറഞ്ഞു. ഇതിലൂടെ നമുക്ക് NADPHും പെൻഡോസസും പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ATP പ്രൊഡ്യൂസ് ചെയ്യുകയോ യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു. സൈറ്റോസോളിലാണ് ഇതിൻ്റെ എൻസൈംസ് ഉള്ളത്. അതും സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. കാരണം ഈ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസിലാണ് ഫാറ്റി ആസിഡ്സും സ്റ്റീറോയിഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സൈക്കിളിലോട്ട് കടക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. Reactions of the pathway. The sequence of reactions of HMB shunt is divided into 2 phases. ഏതൊക്കെയാണത്? 2 phase ആയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. First one oxidative phase. Oxidative phase. Second one non-oxidative phase. 2 phase, രണ്ടും ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. First one oxidative phase. ആദ്യം ഞാൻ ഓക്സിഡേറ്റീവ് ഫേസ് എന്താണ് സിമ്പിളായിട്ട് പറയാം. അപ്പം ഞാൻ പറയാം HMB ഷണ്ട് 2 ഫേസ് ആയിട്ട് നടക്കുന്നത്. ഏതൊക്കെയാണ്? ഓക്സിഡേറ്റീവ് ഫേസും നോൺ ഓക്സിഡേറ്റീവ് ഫേസും. ഓക്സിഡേറ്റീവ് ഫേസാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇവിടെ സൈക്കിൾ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, ഇതാണ് സൈക്കിളിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ ആക്ട് ചെയ്യുന്ന എൻസൈം ആണിത്, ഡീഹൈഡ്രോജിനേസ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു NADP യൂസ് ചെയ്തുകൊണ്ട് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്തായി മാറുന്നു? 6 ഫോസ്ഫോ ഗ്ലൂക്കണോ ലാക്ടോൺ. അതിന് മുന്നേ അതിന് എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു നോക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞാൽ ആ എൻസൈമിന്റെ ഷോർട്ട് നെയിമാണ്. നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. G6PD ഡെഫിഷ്യൻസി എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ഈ G6PD എന്ന് പറഞ്ഞാൽ ഈ എൻസൈമിന്റെ പേരാണ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഈ എൻസൈമിനാണ് G6PD എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണം? നമുക്ക് HMB പാത്വേ നോർമലി നടക്കാൻ വേണം. അപ്പോൾ ഈ G6PD ഡെഫിഷ്യൻസി ഉണ്ടായാൽ അവിടെ എന്ത് ചെയ്യും? ഈ HMB ഷണ്ട് അല്ലെങ്കിൽ HMB പാത്വേ അവിടെ നോർമലായി നടക്കത്തില്ല. അപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ ഈ G6PD അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നുള്ള എൻസൈം എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ NADP ഡിപ്പെൻഡന്റ് എൻസൈം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത് എന്തനുസരിച്ചാണ് ഈ ഒരു എൻസൈം പ്രവർത്തിക്കണമെങ്കിൽ അവിടെ NADP വേണം. NADP അവിടെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എൻസൈം പ്രവർത്തിക്കുന്നത്. NADP യൂസ് ചെയ്തുകൊണ്ട് ഈ എൻസൈം എന്ത് ചെയ്യുന്നു? നമ്മുടെ സൈക്കിളിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ 6 ഫോസ്ഫോ ഗ്ലൂക്കണോലാക്ടോൺ, ഇവിടെ നോക്കൂ, ഈ ഒരു കോമ്പൗണ്ട് ആക്കി മാറ്റുന്നു. 6 ഫോസ്ഫോ ഗ്ലൂക്കണോ ലാക്ടോൺ ആക്കി മാറ്റുന്നു. ലേറ്റർ then it is hydrolyzed by the gluconolactone hydrolase to form 6-phosphogluconate. ഇവിടെ നോക്കൂ, അടുത്ത റിയാക്ഷൻ. ആദ്യത്തെ റിയാക്ഷൻ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് NADP ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇതിൽ ആക്ട് ചെയ്ത് ഇത് എന്തായി കൺവേർട്ട് ചെയ്തു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ 6 ഫോസ്ഫോ
ഗ്ലൂക്കണോലാക്ടോൺ ആക്കി മാറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതെല്ലാം ഓക്സിഡേറ്റീവ് ഫേസ് ആണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ് ഈ 6-ഫോസ്ഫോഗ്ലൂക്കണോലാക്ടോണിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു, അതായത് അതിലൊരു വാട്ടർ മോളിക്യൂള് ആഡ് ചെയ്യുന്നു. ആ ഹൈഡ്രോളൈസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ഗ്ലൂക്കണോലാക്ടോൺ ഹൈഡ്രോലൈസ്. ഒരു വാട്ടർ മോളിക്യൂൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സഹായിക്കുന്നു, ഹൈഡ്രോലൈസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു? 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ്. 6-ഫോസ്ഫോഗ്ലൂക്കണോലാക്ടോൺ എന്തായി മാറുന്നു? ഹൈഡ്രോലൈസ് ചെയ്ത് 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ആയിട്ട് മാറുന്നു. The next reaction involving synthesis of NADPH. അടുത്തെന്ത് ചെയ്യുന്നു? അവിടെ NADPH ഫോം ചെയ്യുന്നു. ഇറ്റ് ഈസ് കാറ്റലൈസ്ഡ് ബൈ, ഇവിടെ ഏത് എൻസൈമാണ് സഹായിക്കുന്നത്? 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഡീഹൈഡ്രോജിനേസ്. 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഡീഹൈഡ്രോജിനേസ്, ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഒരു NADP അവിടെ സിന്തസൈസ് ചെയ്തുകൊണ്ട് അത് എന്തായി മാറുന്നു? അവിടെ പ്രൊഡ്യൂസ് 3-keto-6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ആയി മാറുന്നു. ഒന്നുകൂടെ ഒന്ന് പറയാം. ഇവിടെ അടുത്ത സ്റ്റെപ്പില് 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റിൽ ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈം ആക്ട് ചെയ്ത് ഒരു NADPH മോളിക്യൂൾ സിന്തസൈസ് ചെയ്തുകൊണ്ട് അത് എന്തായി മാറുന്നു? 3-keto, 3 മോളിക്യൂൾ 3-keto-6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഉണ്ടാകുന്നു. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിനുള്ളിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു keto-6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഉണ്ടാകുന്നു. ഇതിനെന്ത് സംഭവിക്കുന്നു? ഇത് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞത് അവിടെ നിന്നൊരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളോടെ ഫോം ചെയ്യുന്നു. ഒരു ഡീകാർബോക്സിലൈസേഷൻ സംഭവിച്ച് അതെന്തായി ഫോം ചെയ്യുന്നു? ലാസ്റ്റ് റൈബുലോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഇത്രയേ ഉള്ളൂ ഓക്സിഡേറ്റീവ് ഫേസ്. ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് ഇവിടെ ആദ്യം നമുക്ക് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഇതൊരു NADP ഡിപ്പെൻഡന്റ് എൻസൈം ആണ്. അതെന്തായി മാറുന്നു? 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ആയി, ഗ്ലൂക്കണോലാക്ടോൺ ആയി മാറുന്നു. നെക്സ്റ്റ് ഈ 6-ഫോസ്ഫോഗ്ലൂക്കണോലാക്ടോൺ ഹൈഡ്രോലൈസ് ചെയ്ത്, അതായത് ഒരു വാട്ടർ മോളിക്യൂൾ അതിൽ ആഡ് ചെയ്ത് വിത്ത് ഹെൽപ്പ് ഓഫ് ഹൈഡ്രോലൈസ് ചെയ്ത് നടക്കുന്നതിന് സഹായിക്കുന്ന എൻസൈം ഏതാണ്? ഗ്ലൂക്കണോലാക്ടോൺ ഹൈഡ്രോലൈസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഇതെന്തായി മാറുന്നു? 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ആയി മാറുന്നു. 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ആയി മാറുന്നു. ഈ 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റിൽ പിന്നെ 2 സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. അതായത് ഈ 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റിന് NADPH, ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ NADPH സിന്തസൈസ് ചെയ്യുന്നു. അതിന് സഹായിക്കുന്ന എൻസൈമാണ് 6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഡീഹൈഡ്രോജനേസ്. 6-ഫോസ്ഫോഗ്ലൂക്കോ ഡീഹൈഡ്രോജനേറ്റ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഇത് keto-6 keto-6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് ഫോം ചെയ്യുന്നു. ഇത് വീണ്ടും ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് അവിടെ റിലീസ് ചെയ്യുന്നു. ഡീകാർബോക്സിലേഷൻ സംഭവിച്ച് ഈ keto-6-ഫോസ്ഫോഗ്ലൂക്കണേറ്റ് എന്തായി മാറും? ലാസ്റ്റ് പ്രോഡക്റ്റ് റൈബുലോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറും. പേരുകൾ ഒന്നും നിങ്ങൾ 2-3 പ്രാവശ്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻഡ് പ്രോഡക്റ്റ് നമുക്ക് റൈബുലോസ് 5-ഫോസ്ഫേറ്റ് കിട്ടി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് നോൺ ഓക്സിഡേറ്റീവ് ഫേസ് ആണ്. ഈ നോൺ ഓക്സിഡേറ്റീവ് ഫേസിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. റൈബുലോസ് 5-ഫോസ്ഫേറ്റ് വീണ്ടും എപ്പിമെറൈസ് എന്നുള്ള എൻസൈം ആക്ട് ചെയ്ത് അതിൽ നിന്ന് 2 പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നു. സൈലുലോസ് 5-ഫോസ്ഫേറ്റ് while ribose 5-phosphate ketoisomerase converts ribulose 5-phosphate to ribose 5-phosphate. ഇവിടെ ആ പിക്ചർ ഒന്നുകൂടി ഒന്ന് ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആകും. ഇവിടെ നമ്മുടെ ഓക്സിഡേറ്റീവ് ഫേസിൽ റൈബുലോസ് 5-ഫോസ്ഫേറ്റ് ആണ് നമുക്ക് ഉണ്ടായത്. ആ ഓരോ റൈബുലോസ് 5-ഫോസ്ഫേറ്റും അവിടെ 2 എൻസൈമുകളുടെ റിയാക്ഷൻ സഹായിക്കുന്നു. ഫസ്റ്റ് എൻസൈം റൈബുലോസ് 5-ഫോസ്ഫേറ്റ് എപ്പിമെറൈസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഇത് റൈബുലോസ് 5-ഫോസ്ഫേറ്റ് സൈലുലോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. റൈബുലോസ് 5-ഫോസ്ഫേറ്റ് സൈലുലോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. എന്നാൽ ഇവിടെ എപ്പിമെറൈസ് ആണ് ഇതിനെ സൈലുലോസ് ആക്കി മാറ്റിയത്. എന്നാൽ റൈബുലോസ് 5-ഫോസ്ഫേറ്റിൽ കീറ്റോ ഐസോമറൈസ് എൻസൈം, അതായത് റൈബോസ് 5-ഫോസ്ഫേറ്റ്
കീറ്റോ ഐസോമറൈസ് എന്നുള്ള എൻസൈമാണ് സഹായിക്കുന്നതെങ്കിൽ അത് എന്തായി മാറുന്നു? പ്രോഡക്റ്റ് അവിടെ റൈബോസ് 5 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. റൈബോസ് ആയി മാറുന്നു. മനസ്സിലായോ? അത് നോൺ ഓക്സിഡേറ്റീവ് ഫേസ്. ഓക്സിഡേറ്റീവ് ഫേസിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള റൈബുലോസ് 5 ഫോസ്ഫേറ്റ് 2 എൻസൈംസിന്റെ സഹായത്തോടുകൂടി. ഏതൊക്കെയാണ് എൻസൈം? അത് ഫസ്റ്റ് വൺ റൈബുലോസ് 5 ഫോസ്ഫേറ്റ് എപ്പിമെറൈസ്. അത് എന്ത് ആയി മാറ്റുന്നു? സൈലുലോസ് 5 ഫോസ്ഫേറ്റ് ആയി മാറ്റുന്നു. ഇനി രണ്ടാമത് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് റൈബോസ്, അല്ലെ? ആ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ എൻസൈമിന്റെ പേര് വരുന്നത് റൈബോസ് 5 ഫോസ്ഫേറ്റ്. കീറ്റോ ഐസോമറൈസിന്റെ സഹായത്തോടു കൂടി ഈ റൈബുലോസ് 5 ഫോസ്ഫേറ്റ് എന്തായി മാറും? റൈബോസ് 5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റ് എന്താണ്? നോൺ ഓക്സിഡേറ്റീവ് ഫേസിൽ സൈലുലോസ് 5 ഫോസ്ഫേറ്റും റൈബോസ് 5 ഫോസ്ഫേറ്റും. ഇവ രണ്ടിനെയും നമ്മുടെ TPPയുടെ സഹായത്തോടു കൂടി ട്രാൻസ്കീറ്റോലേസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടുകൂടി അടുത്ത റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് നോട്ട് ഒന്ന് വായിക്കാം. അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. റൈബുലോസ് 5 ഫോസ്ഫേറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എപ്പിമെറൈസ്. ഒരു റൈബുലോസ് 5 ഫോസ്ഫേറ്റ് എപ്പിമെറൈസുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകുന്നു? സൈലുലോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. എന്നാൽ ഇതിന് പകരം റൈബുലോസ് 5 ഫോസ്ഫേറ്റിൽ ഒരു റൈബോസ് 5 ഫോസ്ഫേറ്റ് കീറ്റോ ഐസോമറൈസ് ആണ് അവിടെ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതിലെന്തുണ്ടാകുന്നു? റൈബുലോസ് 5 ഫോസ്ഫേറ്റ് എന്തായി മാറും? റൈബോസ് 5 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. നമ്മൾ ഇതുവരെ ഞാൻ ഈ ഒരു പിക്ചറിൽ പറഞ്ഞ സ്റ്റെപ്പാണ് ഇതുവരെയുള്ള സ്റ്റെപ്പ്. ഇപ്പം നമുക്ക് സൈലുലോസ് 5 ഫോസ്ഫേറ്റും റൈബോസ് 5 ഫോസ്ഫേറ്റ് എന്നുള്ള 2 പ്രോഡക്റ്റ് അവിടെയുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ദ എൻസൈം ട്രാൻസ്കീറ്റോലേസ് catalyzes the transfer of 2 carbon moiety from cellulose 5 phosphate to ribose 5 phosphate to give a 3 carbon glyceraldehyde 3 phosphate and 7 carbon cedoheptulase 7 phosphate. ഇങ്ങനെ 2 പ്രോഡക്റ്റുകളായി മാറുന്നു. എന്താണ് പറഞ്ഞത്? ഇവിടെ നമുക്ക് 2 പ്രോഡക്റ്റുകളുണ്ട്. സൈലുലോസ് 5 ഫോസ്ഫേറ്റും റൈബോസ് 5 ഫോസ്ഫേറ്റ് എന്നുള്ള 2 പ്രോഡക്റ്റ് ഉണ്ട്. ഈ 2 പ്രോഡക്റ്റിലും ഏത് എൻസൈം ആക്ട് ചെയ്യുന്നു? ട്രാൻസ്കീറ്റലോസ് ആക്ട് ചെയ്ത് 2 പ്രോഡക്റ്റ് വീണ്ടും ഉണ്ടാകുന്നു. എന്തൊക്കെയാണത്? സെഡോഹെപ്റ്റുലോസ് 7 ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും. ഇങ്ങനെ 2 പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടാകുന്നു. ഒന്ന് സെഡോഹെപ്റ്റുലോസ് 7 ഫോസ്ഫേറ്റ്, മറ്റൊന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഇതിന്റെ പ്രത്യേകത ഇവിടെ 7 കാർബൺ ഉണ്ട്, ഇവിടെ 3 കാർബൺ ഉണ്ട്. അങ്ങനെയുള്ള 2 പ്രോഡക്റ്റുകൾ കിട്ടുന്നു. മനസ്സിലായോ? നോൺ ഓക്സിഡേറ്റീവ് ഫേസ് റൈബുലോസ് 5 ഫോസ്ഫേറ്റ്, 2 എൻസൈം റൈബുലോസ് 5 ഫോസ്ഫേറ്റ് എപ്പിമെറൈസ് ഇതിനെ സൈലുലോസ് 5 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. റൈബോസ് 5 ഫോസ്ഫേറ്റ് കീറ്റോ ഐസോമറൈസ് ഇതിനെ റൈബോസ് 5 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ഈ 2 പ്രോഡക്റ്റിലും ട്രാൻസ്കീറ്റോലൈസ് ആക്ട് ചെയ്ത് വീണ്ടും 2 പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഏതൊക്കെയാണ്? സെഡോഹെപ്റ്റുലോസ് 7 ഫോസ്ഫേറ്റ് എന്നുള്ള ഒരു 7 കാർബൺ കോമ്പൗണ്ടും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നുള്ള ഒരു 3 കാർബൺ കോമ്പൗണ്ടും അവിടെ ഉണ്ടാകും. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു റിയാക്ഷൻ ട്രാൻസ്കീറ്റോലൈസ് റിയാക്ഷൻ നടക്കുന്നതിന് അവിടെ ഒരു കോ എൻസൈം വേണമായിരുന്നു. ആ കോ എൻസൈമിന്റെ പേരെന്താണ്? തൈമിൻ പൈറോഫോസ്ഫേറ്റ്. അതാണ് TPP അവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുകൂടാതെ മെഗ്നീഷ്യം അയോൺസ് നമുക്ക് അവിടെ വേണം. അപ്പൊ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ നടക്കണം. സെഡോഹെപ്റ്റുലോസ് 7 ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും നടന്ന ട്രാൻസ്കീറ്റോലൈസിന്റെ സഹായത്തോടു കൂടി ഈ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ ഒരു ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് വേണം? ഒരു കോ എൻസൈം വേണം, ദാറ്റ് ഈസ് TPP അല്ലെങ്കിൽ തൈമിൻ പൈറോഫോസ്ഫേറ്റ്. നെക്സ്റ്റ് ഒരു അയോൺ, ദാറ്റ് ഈസ് മെഗ്നീഷ്യം അയോൺ. ഇത്രയും വേണം. ഇനി ട്രാൻസ്ആൽഡോലേസ് അടുത്ത സ്റ്റെപ്പാണ് പറയുന്നത്. ട്രാൻസ്ആൽഡോലേസ് ബ്രിങ്സ് അബൌട്ട് ദ ട്രാൻസ്ഫർ ഓഫ് 3 കാർബൺ ഫ്രാഗ്മെന്റ് ഫ്രം സെഡോഹെപ്റ്റുലോസ് 7 ഫോസ്ഫേറ്റ് ടു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ടു ഗിവ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആൻഡ് 4 കാർബൺ എറിത്രോസ് 4 ഫോസ്ഫേറ്റ്. അതായത് അടുത്ത സ്റ്റെപ്പ് ഇവിടെ നോക്കൂ, ഈസിയാണ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഈ 2 പ്രോഡക്റ്റിൽ വീണ്ടും ഈ ഒരു 7 കാർബൺ കോമ്പൗണ്ടിലും ഈ ഒരു 3 കാർബൺ കോമ്പൗണ്ടിലും എന്ത് റിയാക്ഷൻ നടക്കുന്നു? ഏത് എൻസൈമിന്റെ റിയാക്ഷൻ നടക്കുന്നു? ട്രാൻസ്ആൽഡോലേസ് റിയാക്ട് ചെയ്യുകയും അതിൽ നിന്നും നമുക്ക് ഒരു എറിത്രോസ് 4 ഫോസ്ഫേറ്റും മറ്റൊരു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും അവിടെ ഉണ്ടാകുന്നു. മനസ്സിലായോ? ട്രാൻസ്ആൽഡോലേസ് എൻസൈം
ഈ രണ്ട് പ്രോഡക്റ്റിലും ആക്ട് ചെയ്ത് അതിൽ ഒരു എറിത്രോസ് 4 ഫോസ്ഫേറ്റും ഒരു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും അവിടെ ഉണ്ടാകും. ഈ എറിത്രോസ് 4 ഫോസ്ഫേറ്റ് വീണ്ടും അവിടെ റിയാക്ഷൻ നടന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് തന്നെയാണ് ആയി മാറുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഈസിയാണ്, എന്നാലും മനസ്സിലാക്കി എടുത്താൽ ഈസിയാണ്. നെക്സ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ എന്തൊക്കെ പ്രോഡക്ട്സുകൾ നമുക്ക് കിട്ടി അവിടെ? എറിത്രോസ് 4 ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും അവിടെ കിട്ടി. ഇനി അതിനെ സഹായിച്ച എൻസൈം ഏതാണ്? ട്രാൻസ് ആൽഡോലേസ്. ട്രാൻസ് ആൽഡോലേസിലും ആക്ട് ചെയ്യുകയും ഇത് എന്തൊക്കെ പ്രോഡക്ട്സ് തരുന്നു? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും എറിത്രോസ് 4 ഫോസ്ഫേറ്റും കിട്ടുന്നു. ഇനി ഈ ഒരു എറിത്രോസ് 4 ഫോസ്ഫേറ്റിൽ വീണ്ടും ഒരു റിയാക്ഷൻ നടക്കും. കാരണം നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എന്ത് കിട്ടണം? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് കിട്ടണം അല്ലേ? ട്രാൻസ് കീറ്റോലേസ് ആക്ട്സ് ഓൺ cellulose 5 phosphate and transfer a 2 carbon fragment formates to erythrose 4 phosphate, generate fructose 6 phosphate and glyceraldehyde 3 phosphate. Fructose 6 phosphate and glyceraldehyde phosphate can be further catabolized through glycolysis and citric acid cycle. Glucose may also be synthesized from these two compound. വേറൊന്നുമില്ല, പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മുടെ എറിത്രോസ് 4 ഫോസ്ഫേറ്റിലും ഇവിടെ എന്ത് ചെയ്യുന്നു? ട്രാൻസ് കീറ്റോലൈസിന്റെ എൻസൈംസ് ആക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. ഒന്നുമില്ല, സിമ്പിൾ ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. എറിത്രോസ് 4 ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു? അവിടെ ട്രാൻസ് കീറ്റോലൈസ് എൻസൈം ആക്ട് ചെയ്ത് അതിൽ നിന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാകുന്നു. വീണ്ടും ആ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നും അത് കൺവേർട്ട് റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോലൈസിസ് എന്നുള്ള പ്രോസസ് നടന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് കിട്ടി. ഇനി അത് കൂടാതെ മറ്റൊരു രീതിയിലും കൂടെ ഇവിടെ നമുക്ക് കിട്ടിയ സൈലുലോസ് 5 ഫോസ്ഫേറ്റും ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ് കീറ്റോലൈസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറാം. അവിടെയും TPP സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ HMB പാത്വേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നില്ല, ഇനി കുറച്ചുകൂടെ ഉണ്ട്. സൈക്കിൾ ഇവിടെ തീരുകയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, ചുരുക്കി ഒന്നുകൂടെ ഒന്ന് പറയാം. ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിക്കുന്നില്ല, നമ്മുടെ റിയാക്ഷൻ മാത്രം. ആദ്യം നമ്മുടെ HMB പാത്വേക്ക് 2 സ്റ്റേജസ് അല്ലെങ്കിൽ 2 ഫേസസ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. അവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഒരു NADP അവിടെ യൂസ് ചെയ്ത് അവിടെ എന്ത് ഡീഹൈഡ്രോജനേസ് സംഭവിച്ച് 6 ഫോസ്ഫോ ഗ്ലൂക്കനോ ലാക്ടോൺ ഉണ്ടാകുന്നു. ഇതിൽ ഹൈഡ്രോളൈസേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നു. അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോളൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സഹായിക്കുന്നത് ഗ്ലൂക്കണോ ലാക്ടോൺ ഹൈഡ്രോളൈസ് എന്നുള്ള എൻസൈമാണ്. അങ്ങനെ അവിടെ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു? 6 ഫോസ്ഫോ ഗ്ലൂക്കണേറ്റ് ഉണ്ടാകും. ഈ 6 ഫോസ്ഫോ ഗ്ലൂക്കനേറ്റിൽ അവിടെ 6 ഫോസ്ഫോ ഗ്ലൂക്കനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമിന്റെ സഹായത്തോടു കൂടി ഇത് 3 കീറ്റോ 6 ഫോസ്ഫോ ഗ്ലൂക്കനേറ്റ് ഉണ്ടാകുന്നു. ഒപ്പം മറ്റൊരു റിയാക്ഷൻ കൂടെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഡീകാർബോക്സിലേഷൻ, അതായത് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് റിലീസ് ചെയ്ത് ഇത് എന്ത് പ്രോഡക്റ്റ് ആയി മാറുന്നു? റൈബുലോസ് 5 ഫോസ്ഫേറ്റ് ആയി മാറുന്നു. അപ്പൊ നമ്മുടെ ഓക്സിഡേറ്റീവ് ഫേസ് കഴിഞ്ഞു. ഇനി ഈ റൈബുലോസ് 5 ഫോസ്ഫേറ്റിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇവിടെ 2 എൻസൈംസ് റൈബുലോസ് 5 ഫോസ്ഫേറ്റ് എപ്പിമെറൈസ് ആക്ട് ചെയ്ത് സൈലുലോസ് 5 ഫോസ്ഫേറ്റും റൈബോസ് 5 ഫോസ്ഫേറ്റ് കീറ്റോ ഐസോമറൈസ് ആക്ട് ചെയ്ത് റൈബോസ് 5 ഫോസ്ഫേറ്റും ഉണ്ടാകുന്നു. ഈ സൈലുലോസ് 5 ഫോസ്ഫേറ്റിലും റൈബോസ് 5 ഫോസ്ഫേറ്റിലും ട്രാൻസ് കീറ്റോലേസ് വിത്ത് ദ പ്രസൻസ് ഓഫ് TPP അത് ആക്ട് ചെയ്ത് എന്തൊക്കെ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകുന്നു? ഒരു 7 കാർബണുള്ള സെഡോഹെപ്റ്റുലോസ് 7 ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, ഒരു 3 കാർബൺ കോമ്പൗണ്ട്, 3 കാർബണുള്ള ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും, ഇങ്ങനെ 2 കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. ഈ 2 കോമ്പൗണ്ടുകളിലും വീണ്ടും ഒരു എൻസൈം ട്രാൻസ് ആൽഡോലേസ് എന്നുള്ള എൻസൈം ആക്ട് ചെയ്ത് ഈ 2 കോമ്പൗണ്ടും മറ്റെന്തൊക്കെയായി മാറുന്നു? എറിത്രോസ് 4 ഫോസ്ഫേറ്റ് ആയിട്ടും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റുമായി മാറും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി നമ്മുടെ ഈ HMB പാത്വേ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഗ്ലൈക്കോലൈസിസ് ആയിട്ടാണ്. ഇനി ഇവിടെ ഈ എറിത്രോസ് 4 ഫോസ്ഫേറ്റ് വീണ്ടും റിയാക്ഷൻ നടക്കുന്നു. അതായത് ട്രാൻസ് കീറ്റോലൈസുമായി റിയാക്ഷൻ നടന്ന് വിത്ത് ദ പ്രസൻസ് ഓഫ് TPPയിൽ ട്രാൻസ് കീറ്റോലൈസിൽ റിയാക്ട് ചെയ്ത് ഇത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആവുകയും അത് വീണ്ടും
ഇവിടെ നടന്ന അതേ റിയാക്ഷൻ റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിസിസ് സംഭവിച്ച് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയി മാറും. അതുപോലെ തന്നെ മറ്റൊരു റിയാക്ഷൻ കൂടെ ഉണ്ട്. ഇവിടെ കിട്ടിയ നമ്മുടെ ഈ ഒരു സൈലോസ് 5-ഫോസ്ഫേറ്റിലും ട്രാൻസ്കിറ്റോലൈസ് ഡയറക്റ്റ് റിയാക്ട് ചെയ്ത് വിത്ത് ദ പ്രസൻസ് ഓഫ് TPP ഇത് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആയി മാറാം. ഇനി ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ കണ്ടിന്യൂ ആസ് എ ഗ്ലൈക്കോലൈസിസ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പെൻഡോസസ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ പെൻഡോസസ് ആണ്. അതിനൊപ്പം ഇവിടെ നമുക്ക് NADPയും പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ HMP പാത്വേയുടെ ഉദ്ദേശവും അതാണ്, NADPHും പെൻഡോസസും പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് HMP പാത്വേ. ഐ തിങ്ക് യു ഓൾ ആർ ക്ലിയർ വിത്ത് ദിസ്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഈ ഒരു റിയാക്ഷൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് 6, അതായത് നമ്മുടെ ഈ ഒരു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഒരിക്കലും സിംഗിൾ മോളിക്യൂളായിട്ടല്ല ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. 6 ഗ്ലൂക്കോസ് 6 മോളിക്യൂൾസ് ആണ് ഒരുമിച്ച് റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ HMP പാത്വേ പറയുമ്പോൾ 6 ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഒരുമിച്ച് റിയാക്ഷൻ നടക്കുന്നു. ഇവിടെ നമുക്ക് ഓവറോൾ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 6 ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് 12 NADP അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റിലും 2 വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 12 NADPയും 6 വാട്ടർ മോളിക്യൂൾസും അവിടെ യൂസ് ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാകും? 6 കാർബൺ ഡൈ ഓക്സൈഡ്, 12 NADPH, 12 ഹൈഡ്രജൻ അയോൺ, പിന്നെ 5 ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, അതാണ് പെൻഡോസ്. 5 ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റുകൾ അല്ലെങ്കിൽ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി മാറും. അങ്ങനെ 12 NADPHും 5 പെൻഡോസസും നമുക്ക് അവിടെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊഡ്യൂസ് പെൻഡോസസ് ആൻഡ് NADPH in our body because it is very essential for many chemical processes in our body. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി, HMP ഷണ്ട് മനസ്സിലായി. ഇനി നമുക്ക് പറയാം എവിടെയൊക്കെയാണ് പെൻഡോസസ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യുന്നത്. In the HMP shunt, hexoses are converted into pendoses. The most important being ribose 5-phosphate. The pendoses or its derivatives are useful. അതായത് ഈ പെൻഡോസസ് എന്തിനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് സഹായിക്കുന്നത്? ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA, RNA, ന്യൂക്ലിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്നതിനും, അതുകൂടാതെ ന്യൂക്ലിയോടൈഡുകൾ ATP, NAD+, FAD, കോഎൻസൈം A ഇതുപോലെയുള്ള ന്യൂക്ലിയോടൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും നമുക്ക് ഈ പെൻഡോസസ് വേണം. HMP ഷണ്ട് വഴി ഹെക്സോസസ് പെൻഡോസ് ആക്കി മാറ്റിയാൽ മാത്രമേ ഈ ഹെക്സോസസ് നമുക്ക് എന്തിനു സഹായിക്കുന്നു? ന്യൂക്ലിക് ആസിഡ്സും, അതായത് RNA, DNA പോലുള്ള ന്യൂക്ലിക് ആസിഡും, ന്യൂക്ലിയോടൈഡുകൾ ATP, NAD+, FAD ആൻഡ് കോഎൻസൈം A ഇതുപോലെയുള്ള നമ്മുടെ ന്യൂക്ലിയോടൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഓക്കെ, ഇനി നമ്മളപ്പോൾ പെൻഡോസിന്റെ യൂസ് പറഞ്ഞു. ഇനി NADPH അതിൻ്റെ യൂസ് എന്താണ്? That is also its very important component in our body. NADPH is very important. It's required for fatty acid synthesis and steroid synthesis. അതായത് നമ്മുടെ ശരീരത്തിൽ ലിപ്പോജെനിസിസ്, ലിപ്പിഡ് ജനറേഷൻ, ടിഷ്യൂസിൽ ലിപ്പിഡ് ജനറേഷൻ ഉണ്ടാകുന്നതിന്, ഫാറ്റി ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, സ്റ്റീറോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, മെയിൻലി അഡിപ്പോസ് ടിഷ്യൂസിലും ലിവറിലും അതിന് നമുക്ക് NADPH വേണം. അതുകൂടാതെ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതിക്കൊള്ളുക, ചിലപ്പോൾ 2 മാർക്കിൽ ചോദിക്കാവുന്നതാണ് NADPHന്റെ യൂസിയംസ് മാത്രമായിട്ട്. അടുത്ത് NADPH ഈസ് യൂസ്ഡ് ഫോർ സിന്തസിസ് ഓഫ് സർട്ടൻ അമിനോ ആസിഡ്സ്, നമ്മുടെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, എക്സ്പെഷ്യലി ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സുകളിൽ ചില അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് NADPH വേണം. അതുകൂടാതെ ശരീരത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ലിവിങ് സെൽസുകളിൽ, അതായത് ഹൈഡ്രജൻ, there is continuous production of hydrogen products in the living cells which can chemically damage unsaturated lipids, proteins and DNA. This is our prevented, അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലിവിങ് സെൽസിൽ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ്സിനെയും പ്രോട്ടീനെയും DNA ഒക്കെ നശിപ്പിക്കും. അപ്പോൾ അതിനെതിരെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെയും നമുക്ക് NADPH വേണം. മനസ്സിലായല്ലോ? അപ്പോൾ എന്തൊക്കെ നമ്മൾ പ്രധാനം ഇനിയും ഉണ്ട് റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ, ഫാറ്റി ആസിഡ്സ്, സ്റ്റീറോയിഡ്സ് സിന്തസൈസ് ചെയ്യാൻ വേണം, ചില അമിനോ ആസിഡ്സ് സിന്തസൈസ് ചെയ്യാൻ വേണം. ആൻറ്റി ഓക്സിഡൻറ്റ് റിയാക്ഷൻസ് ശരീരത്തിൽ നടക്കണമെങ്കിൽ അതിന് നമുക്ക് NADPH വേണം. ഇത് കൂടാതെ
ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. ലിവറിൽ നമ്മൾ എന്തൊക്കെ ഡ്രഗ്സ് കഴിച്ചാലും മരുന്നുകൾ കഴിച്ചാലും അതെല്ലാം മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിലാണ്. അപ്പോൾ അതവിടെ ലിവറിന് ടോക്സിസിറ്റി ഉണ്ടാകും. ആ ഡ്രഗ്സിൻ്റെ ടോക്സിസിറ്റി റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡീടോക്സിഫൈ ചെയ്യാൻ നമുക്ക് NADPH വേണം. അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ്, അതായത് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ അവയെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കാൻ ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ നമുക്ക് NADPH വേണം. അതുപോലെ തന്നെ നമ്മുടെ RBC റെഡ് ബ്ലഡ് സെൽസിൻ്റെ മെംബ്രെയിൻ ഇൻറ്റഗ്രിറ്റി, മെംബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കാനും നമുക്ക് NADH വേണം. ഇതുകൂടാതെ NADPH ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലെൻസ് ഓഫ് ഐസ്. കണ്ണിൻ്റെ ലെൻസിന് അതിൻ്റെ ട്രാൻസ്പെറൻസി പ്രിസർവ് ചെയ്യുന്നതിന് നമുക്ക് NADPH വേണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പെൻഡോസസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു? NADPH നമുക്ക് എന്തിനാണ് വേണ്ടത്? ഇനി ഈ ഒരു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ ഒരു HMB പാത്വേ നടക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഈ എൻസൈമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ, ആ ഒരു റിയാക്ഷൻ. അപ്പോൾ ഇൻഹെറിറ്റലി, അതായത് നമ്മുടെ ജനറ്റിക്കലി നമുക്ക് ഈ ഒരു G6PD ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എന്തൊക്കെയാണോ ഇതിൻ്റെ ഫങ്ഷൻസ് അവയെല്ലാം അതവിടെ പ്രോബ്ലമാണ്. എക്സ്പെഷ്യലി നമ്മുടെ RBC സെൽസ് അവിടെ ഡിസ്ട്രക്ട് ചെയ്യുകയും ഹീമോലൈസിസ് ഉണ്ടാകുകയും അങ്ങനെ പേഷ്യൻ്റ് ഹീമോലൈറ്റിക് അനീമിയ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ. എന്താണ് HMB പാത്വേ, എവിടെയാണ് നടക്കുന്നത്, എന്തിലാണ് നടക്കുന്നത്, ഏതൊക്കെ ഫേസുകളുണ്ട്, ഓരോ ഫേസിലെ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്ട്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, പെൻഡോസസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, NADPHൻ്റെ യൂസസ് എന്തൊക്കെയാണ്. ഇനി ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി എന്ത് കാരണമാണ്, അല്ലെങ്കിൽ അത് കാരണം എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ് ഫസ്റ്റ് സെം മുതൽ 6th സെം വരെയുള്ള കുട്ടികൾക്ക് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ആസ് പെർ യുവർ യൂണിവേഴ്സിറ്റി സിലബസ് ടോപ്പ് ടു ബോട്ടം ഈച്ച് ആൻഡ് എവറി കണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് സപ്ലൈ എക്സാംസ് ഒന്നും വരാതെ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്വയം പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സും അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടിയാൽ നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. കോഴ്സിന് ജോയിൻ ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഈ നമ്പറിൽ, നമ്മുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8891127927. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യരുത്. യു ഓൾ നോസ് ബയോകെമിസ്ട്രി ഈസ് ആസ്ക്ഡ് ഫോർ 25 മാർക്സ്. Nutrition is asking for 50 marks. Totally you need 50% mark to pass. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ബയോകെമിസ്ട്രി ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, എന്നാലും സിമ്പിളായിട്ട് ഇതുപോലെ സൈക്കിളുകളെല്ലാം സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ രീതിയിൽ നിങ്ങൾ കേട്ട് പഠിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.